ഹൈറേഞ്ചിൻ്റെ കവാടമായ മുണ്ടക്കയവും അച്ചായന്മാരുടെ നാടായ കാഞ്ഞിരപ്പള്ളിയും പുണ്യപുരാതന സംസ്കൃതിയുടെ ഈറ്റിലമായ എരുമേലിയും തുല്യ അകലം പാലിക്കുന്ന കൂവപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന തെക്കേവയലിൽ പെപ്പർ നഴ്സറിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്തും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷവും വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. കുമളിയിലുള്ള മാത്യു ജോസഫ് സാറ് ഞങ്ങളുടെ നഴ്സറിയിൽ നിന്ന് 1000 തൈകൾ കഴിഞ്ഞ വർഷം ബുക്ക് ചെയ്തിരുന്നു. അത് ഈ വർഷം ആദ്യം 1000 തൈകൾ കൊണ്ടുപോയി വ്യാപ്തി ചെയ്ത തൈകളാണ്. അത് പന്നീർ വണ്ടിൻ്റെ 1000 തൈകളാണ്. അത് നല്ല രീതിയിൽ അവിടെ കൊണ്ടുപോയി വെച്ച് അത് പരിപാലിച്ച് കൊണ്ടിരിക്കും. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് അതിൽ പോയപ്പോൾ അവിടെ കയറി അപ്പോൾ ആ തൈകളൊക്കെ കാണാനിടയായി. നല്ല രീതിയിൽ അവർ പരിപാലിക്കുന്നുണ്ട്. അതിനി അത് വെക്കാനായിട്ടുള്ള മരങ്ങൾ എന്ന് പറയുന്നത് കാറ്റാടി മരങ്ങളാണ്. ആ കാറ്റാടി മരത്തിൽ വെക്കാനായിട്ട് കുഴിയെല്ലാം കുത്തിയിട്ടിരിക്കുന്നു. നല്ല രീതിയിൽ അത് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ഞങ്ങൾ കണ്ടു. വളരെ സന്തോഷമായിട്ട് അവരിരിക്കുന്നു. അങ്ങനെ ആ തൈകളെപ്പറ്റി നമുക്ക് നല്ലൊരു അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. അത്ര രീതിയിൽ പോട്ടിരിക്കുന്നു. കുമളിയിലുള്ള ജോസഫ് സാറിൻ്റെ സൂപ്പർവൈസർ തങ്കച്ചൻ ചേട്ടന് നമ്മുടെ കൊടികളെ പറ്റി പരിപാലിക്കുന്നതിനെ പറ്റിയും ഗ്രാഫ്റ്റഡ് തൈകളുടെ മേന്മയെപ്പറ്റിയും അങ്ങനെ ഇത് വെച്ച് പരിപാലിച്ച അതിൻ്റെ ഗുണങ്ങൾ അതേപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത് നമുക്കിപ്പോൾ ഇന്ന് കേൾക്കാം. നഴ്സറിയിൽ നിന്ന് ഞങ്ങൾ 1000 തൈ എടുത്താണ്. അത് നമ്മുടെ മാത്യു സാറിൻ്റെ ആവശ്യത്തിലേക്ക് എടുത്താണ്. അതിപ്പോൾ നടാനായിട്ട് നമ്മളതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളെല്ലാം ചെയ്തു. കാറ്റാടിയൊക്കെ വെച്ച് കാറ്റാടി മരത്തെ കൂടെ കയറ്റാനാണ് പ്ലാന്. ഒന്നക്കാലിട്ടിട്ട് തൽക്കാലം അതേ കൂടെ കയറ്റിയൊക്കെ പോകാനാണ്. അപ്പോൾ നമ്മുടെ ഈ കിട്ടിയപ്പോൾ ചെറിയ തൈയായിരുന്നു. 2 മാസം നമ്മുടെ പരിചരണത്തിൻ്റെ കൊണ്ട് ഇപ്പോൾ ഇത്രയും വളർന്നു. അതിന് കാരണം ചാണകപ്പൊടിയൊക്കെ ഇട്ടുള്ളൂ. അടുത്ത സ്റ്റെപ്പ് നടാനുള്ള സജ്ജീകരണങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഈ തിപ്പലിയിൽ നിന്ന് നമ്മൾ ബഡ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കുന്നത് എന്നാന്ന് വെച്ചാൽ അതിൻ്റെ ആയുസ് കണക്ക് കൂട്ടിയാണ് എടുക്കുന്നത്. അതിൻ്റെ സാധാരണ പൊടി നമ്മൾ ഇട്ടാൽ മതിയാണ്. തിപ്പലി എത്ര നാൾ നിൽക്കുമോ അത്രയും നാൾ ഈ കൊടി നിൽക്കും. അതേസമയം സാധാരണ കൊടിയായിരുന്നെങ്കിൽ അത് പെട്ടെന്ന് കേടായി പോകാൻ ദ്രുതവാട്ടമൊക്കെ സംഭവിക്കാനുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ തിപ്പലിയെ ഗ്രാഫ്റ്റ് ചെയ്ത് തന്നെ എടുക്കാൻ കാരണം. അപ്പം ഉൽപ്പാദനം കൂടിയില്ലെങ്കിലും ഇതിൻ്റെ ദീർഘായുസാണ് നമ്മൾ കൂടുതലും പ്രതീക്ഷിക്കുന്നത്. അതാണ് മെയിനായിട്ടുള്ളൊരു നമുക്കിതേപ്പറ്റി പറയാനുള്ള ഒരു പ്രധാന കാര്യം. ഇപ്പോൾ യുവജനങ്ങൾ ധാരാളമായിട്ട് ഈ കൃഷിയിലോട്ട് കടന്നു വരുന്നുണ്ട്. അത് നമുക്ക് ഓരോ ദിവസവും ഒത്തിരി ഫോൺ കോളുകൾ വരുന്നുണ്ട്. അപ്പം ആൾക്കാർ തന്നെ എങ്ങനെയാണ് ഇനി ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റി ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. അപ്പം ഞാൻ നോക്കിയിട്ട് ഒരു ഏറ്റവും കുറച്ച് സ്ഥലത്തുനിന്ന് കൂടുതൽ വിളവ് കിട്ടുന്ന ഒരു സാധനമാണ് ഈ കുരുമുളക് എന്ന് പറയുന്നത്. അപ്പോൾ ആ കുരുമുളക് കൃഷിയിലോട്ട് തിരിഞ്ഞാൽ ഒരുപാട് സ്ഥലമൊന്നും വേണ്ട, കുറച്ച് സ്ഥലം മതി. ആ സ്ഥലത്തു നിന്ന് നമുക്ക് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ഗ്രാഫ്റ്റ് ചെയ്ത പൊളിബ്രീനം ഗ്രാഫ്റ്റ് ചെയ്ത ഈ തൈകൾ നമുക്ക് ഒരു മുന്നോട്ടുള്ളൊരു വലിയൊരു കുതിച്ചുചാട്ടത്തിന് കാരണമാകുമെന്ന് എനിക്ക് തോന്നുന്നു. കുരുമുളക് കൃഷിയിലൊരു വൻപിച്ച കുതിച്ചുചാട്ടത്തിന് കാരണമാകും. കാരണം കേടുകൂടാതെ നിൽക്കും, ദ്രുതവാട്ടത്തെ അതിജീവിക്കും. അത് രണ്ടും നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. അത് മുന്നോട്ടുള്ള ഒരു യുവതലമുറയ്ക്ക് അത് വളരെ പ്രയോജനം ചെയ്യും.